നമസ്കാരം, ഇത് IBN മലയാളം. ഭാരതത്തെ ലക്ഷ്യമിട്ട് ചിറ്റഗോങ് തുറമുഖത്ത് സ്ഫോടക വസ്തുക്കളുമായി പാക് കപ്പലെത്തി. ബംഗാൾ ഉൾപ്പെടെയുള്ള ഭാരതത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നതിനുള്ള ആസൂത്രിത പദ്ധതിയുടെ ഭാഗമാണിതെന്ന് വിലയിരുത്തപ്പെടുന്നു. അവാമി ലീഗിന്റെ എക്സ് ഹാൻഡിലൂടെയാണ് ഈ വിവരം ലോകത്തിനു മുന്നിലെത്തിയത്. ചിറ്റഗോങ് തുറമുഖത്ത് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ നിരത്തിവെച്ചതിന്റെ ചിത്രങ്ങളടക്കമാണ് എക്സ് പോസ്റ്റ്. പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കളുമായി കപ്പൽ ഡിസംബർ 21-ന് ചിറ്റഗോങ് തുറമുഖത്തെത്തിയത്. സീസ്മിക് എമൽഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ സ്ഫോടക വസ്തുക്കൾ ഏത് തരത്തിലുള്ള ഘടനയും നശിപ്പിക്കാൻ കഴിയുള്ളവയാണ്. അതേസമയം ചിറ്റഗോങ് തുറമുഖത്തെ ഒരു ഉദ്യോഗസ്ഥൻ എല്ലാ കണ്ടെയ്നറുകളുടെയും ചിത്രങ്ങൾ പുറത്തുവിട്ടതായി അവാമി ലീഗ് അവകാശപ്പെടുന്നു. ഈ കണ്ടെയ്നറുകളിൽ സ്ഫോടക വസ്തു എന്ന ചുവന്ന നിറത്തിൽ എഴുതിയിട്ടുണ്ട്. ബംഗ്ലാദേശ് നാവികസേന ഈ കണ്ടെയ്നറുകൾ പിടിച്ചെടുത്തെങ്കിലും ഏതാനും മണിക്കൂറുകൾക്കകം വിട്ടയച്ചു. ഇതിനു പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് അവാമി ലീഗിന്റെ ആരോപണം. ന്യൂസ് ഡെസ്ക് IBN മലയാളം.